ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം സമാഗതമായിരിക്കുകയാണ്. ഇന്ന് റബീഉൽ അവ്വൽ 1 ഈ മാസം 25 റബീഉൽ അവ്വൽ 12 വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, മറ്റു ബന്ധുജനങ്ങൾക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് സ്നേഹിച്ച് തഖ്വ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം അവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് സ്വാതന്ത്ര്യ ദിനം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം വാർഷികം പൂർത്തിയാക്കി 80ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് നാം പഴയ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളും ഓർമ്മിക്കുന്നത് ഏറെ നല്ലതാണ്. മതവും ജാതിയും വർഗവും നോക്കാതെ നമ്മുടെ പൂർവികർ തോളോട് തോൾ ചേർന്ന് സഹിച്ച ത്യാഗത്തിന്റെയും അവർ ചിന്തിയ ചോരയുടെയും അവർ നൽകിയ ജീവന്റെയും ഫലമാണ്, റിസൾട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സ്വാതന്ത്ര്യം. അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ചും നാളത്തെ നമ്മുടെ ഈ രാജ്യത്തെക്കുറിച്ചും നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത്തരം സ്വാതന്ത്ര്യ ദിനങ്ങൾ. സ്വാതന്ത്ര്യം എന്നത് വിദേശ ഭരണത്തിൽ നിന്ന് ഒരു രാജ്യത്തിന് മോചനം കിട്ടുക എന്നത് മാത്രമാണോ? നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം എന്തായിരുന്നു? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് ആലോചിക്കൽ നല്ലതാണ്. അതായത് ഒരു മനുഷ്യന്, ഒരു പൗരന്, ഒരു ഇന്ത്യൻ പൗരന് സ്വന്തം വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ കഴിയണം. അവന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അവന് സാധിക്കണം. അനീതി കാണുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാരും തുല്യരായി മാറണം. ഏവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, അപ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം അതിന്റെ യഥാർത്ഥ അർത്ഥം തേടുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം നീതിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറ തന്നെ തുല്യ നിയമമാണ് നമ്മുടെ രാജ്യത്തിന്റെ ആണിക്കൽ. മഹാത്മാഗാന്ധിജിയുടെ ഒരു വാക്കുണ്ട്, പ്രസിദ്ധമായ വാക്ക്, ആൾ ആർ ഈക്വൽ ബിഫോർ ലോ. എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ സമന്മാരാണ്. അഥവാ ജാതി, മതം, സമ്പത്ത്, സ്ഥാനം, നിറം എന്നിവ നോക്കിയിട്ട് വിവേചനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രപതി ആയാലും സാധാരണ പൗരനായാലും ഒരേ കുറ്റത്തിന് ഒരേ ശിക്ഷ തന്നെ ലഭിക്കണം. ഇതാണ് നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 14 പറയുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി. ഈ കാര്യത്തെ ഈ സ്വരാജിന്റെ നട്ടെല്ല് എന്നാണ് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാവിയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മഹാത്മാഗാന്ധിജി അടക്കമുള്ള
ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധിരോദാത്തമായ പോരാട്ടം നടത്തിയ മുഴുവൻ സമര നേതാക്കന്മാരും മുന്നോട്ട് വച്ച മുദ്രാവാക്യം ഇങ്ങനെയുള്ള നീതിയുടെയും സത്യത്തിന്റെയും നിയമത്തിന്റെയും ഒക്കെ അതിസുന്ദരമായ ആശയങ്ങളാണ്. ഒരു രാജ്യത്ത് വിമോചനത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന പോരാളികൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പൊതുവിൽ അതാണ്. അഥവാ സമൂഹത്തിൽ നീതി ഉണ്ടാകണം, തുല്യ നിയമങ്ങൾ ഉണ്ടാവണം, എല്ലാവർക്കും അവകാശങ്ങൾ ഉണ്ടാകണം. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരാളുടെയും അവകാശം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായ നിയമവും തുല്യമായ ശിക്ഷയും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് സമ്പന്നമായ ഒരു രാജ്യം ഉണ്ടാവുകയുള്ളൂ. ഇതിൽ കോമൺ ആയ ഒരു കാഴ്ചപ്പാടാണ്. പരിശുദ്ധ ഖുർആനിലും ഇതേ ആശയം തന്നെയാണ് പറയുന്നത്. സൂറത്തു അൻ-നിസായിലെ 135-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. ഓ വിശ്വാസികളെ, നിങ്ങൾ കണിശമായ നീതി പുലർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ സാക്ഷികളാകണം. കണിശമായ നീതി പുലർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ സാക്ഷികളാകണം. അപ്പൊ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നീതിയാണ്. വലോ അലാ അൻഫുസിക്കും, അഥവാ നീതിയുടെ കാര്യം വരുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് എതിരാണെങ്കിലും, അവിൽ വാലിദൈനി നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, വല്ലഖർബിൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കെതിരാണെങ്കിലും, നീതി പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എതിരായിരിക്കും. നിങ്ങൾക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നീതി പറയുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ശരി, നീതി എപ്പോഴും നീതിയാണ്. അടിവരയിടേണ്ട വാക്കാണ്. അവിടെ നിങ്ങൾ ദുർബലനാണെങ്കിലും, നിങ്ങൾ ധനികനാണെങ്കിലും, നിങ്ങൾ അധികാരിയാണെങ്കിലും, അധികാരമില്ലാത്ത കേവലം പൗരനാണെങ്കിലും, നീതി നീതി തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി അന്താഴ്തിലോ നിങ്ങൾ നീതി പുലർത്താതിരിക്കരുത്. പരിശുദ്ധ ഖുർആനിലെ വളരെ വലിയ ആശയമാണ്, വളരെ കൃത്യമായ സന്ദേശമാണ്. ഈ സന്ദേശം തന്നെയാണ് ഓരോ രാജ്യത്തും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി ഓരോ പോരാളികളും ലക്ഷ്യം വെച്ചത്. അത് തന്നെയാണ് നമ്മുടെ പൂർവീകരായ ആളുകൾ ലക്ഷ്യം വെച്ചതും. അതിനുവേണ്ടിയാണ് അവർ പോരാടിയതും. അങ്ങനെയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മുടെ ആളുകളായതുകൊണ്ട് അനീതിയെ പിന്തുണയ്ക്കുക അത് പാടില്ല. നമ്മുടെ ആളായാലും അനീതി എപ്പോഴും അനീതിയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം. അതാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്. എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും അവരുടെ കൈ ഞാൻ മുറിക്കും. അതിലുണ്ട് എല്ലാ ആശയങ്ങളും. പ്രവാചക പുത്രിയായ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. അതാണ് നീതി എന്ന് പറയുന്നത്. അഥവാ ഭരിക്കുന്നവർ തെറ്റ് ചെയ്താലും തെറ്റാണ്, പ്രതിപക്ഷം തെറ്റ് ചെയ്താലും തെറ്റാണ്, നമ്മുടെ പാർട്ടിക്കാരും നമ്മുടെ സമുദായത്തിന്റെ ആളുകൾ ചെയ്താലും തെറ്റാണ്, നമുക്ക് ഇഷ്ടമുള്ളവൻ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്, ഇഷ്ടമില്ലാത്തവൻ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. അഥവാ നീതിയും നിയമവും ഒരിക്കൽ പോലും വ്യക്തിയെയും പാർട്ടിയെയും മതത്തെയും ജാതിയെയും മറികടക്കുന്നതായിട്ട് മാറണം. സഹോദരങ്ങളെ, 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം ആത്മാർത്ഥമായി ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ രാജ്യം ഇന്ന് സുരക്ഷിതമാണോ എന്ന ചോദ്യം. ഭാവി, പ്രസന്റ്, ഫ്യൂച്ചർ, നമ്മുടെ രാജ്യം സുരക്ഷിതമാണോ? നമ്മുടെ ജനാധിപത്യം ഇന്ന് ശക്തമാണോ? നമ്മുടെ ഭരണഘടന ഉറപ്പോടെ നിലകൊള്ളുന്ന ഒരു സംവിധാനത്തിലാണോ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ പൗരനും തുല്യനാണ് എന്ന ആശയത്തിന് ഇത് സമൂഹത്തിൽ പ്രസക്തി കൂടുകയാണോ കുറയുകയാണോ? അതുപോലെ തന്നെ അനുബന്ധ കാര്യങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ ഭരണഘടന ഓരോ പൗരന്റെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മഹത്തായ സാമൂഹിക കരാറാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം
ഇവ വെറും കേവലം പുസ്തകങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. ഇവ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിൽ അനുഭവിക്കേണ്ട മൂല്യങ്ങളാണ്, വാല്യൂസുകളാണ്. ഇത് ദുർബലമാകുന്നിടത്ത് ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ പൂർവീക സമര നേതാക്കന്മാർ സ്വപ്നം കണ്ട ഇന്ത്യയും ദുർബലപ്പെട്ടു പോകും. ചരിത്രം നമ്മെ ഒരു വലിയ മുന്നറിയിപ്പ് പഠിപ്പിക്കുന്നുണ്ട്. അധികാരം മുഴുവൻ ഒരിടത്ത് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ലാതാക്കപ്പെടുകയാണ്. വിയോജിക്കുന്നവരെ ശത്രുവായി കാണുകയാണ്. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ ഉപയോഗപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ രാജ്യദ്രോഹിയാക്കുക. ഈ പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുമ്പോൾ അതിന്റെ പേരാണ് ഫാസിസം. അവിടെ ജനാധിപത്യം വളരെ വലിയ അപകടത്തിലാകുമെന്നുള്ളത് ഈ സ്വാതന്ത്ര്യ ദിനം അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫാസിസം എന്നത് ഒരു പ്രത്യേക വേഷമോ, ഒരു പ്രത്യേക സംഘടനയോ, ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയോ, ഒരു പ്രത്യേകമായ മുദ്രാവാക്യമോ അല്ല. അതൊരു മനോഭാവമാണ്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. എന്നോട് വിയോജിക്കുന്നവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ് തുടങ്ങിയ ചിന്തകൾ വളരുന്നിടത്ത് ജനാധിപത്യത്തിന്റെ ആത്മാവ് ദുർബലപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അധികാരത്തിന്റെ ദുരുപയോഗത്തിനെതിരെയും അനീതിക്കെതിരെയും വിദേശ രാഷ്ട്രീയത്തിനെതിരെയും നാം ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. എന്നാലോ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ശക്തി എല്ലാവരും ഒരേ അഭിപ്രായം പറയണം എന്നുള്ളതല്ല. വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനും സമാധാനത്തോടുകൂടി ജീവിക്കാനും കഴിയണം എന്നുള്ളതാണ്. നീതി എന്നത് അത് കേവലം ഒരു വിഭാഗത്തിന് മാത്രം ബാധകമാവുകയും മറ്റൊരു വിഭാഗത്തിന് എപ്പോഴും അനീതി സംഭവിക്കുകയും ചെയ്യുക എന്നുള്ളതും വളരെ വലിയ അപകടമാണ്. ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നുണ്ടോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നല്ലതാണ്. അതുപോലെ തന്നെ രാജ്യസ്നേഹം എന്നുള്ളത് വിശ്വാസി എന്ന നിലയിൽ അടിസ്ഥാനപരമായ നമ്മളുടെ ഒരു മൂല്യമാണ്. ഒരു രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ അത് നമ്മുടെ അടിത്തറയുമാണ്. രാജ്യത്തോട് കൂറും രാജ്യത്തോട് സ്നേഹവും കാണിക്കണം. രാജ്യത്തോട് കൂറും രാജ്യത്തെ സ്നേഹം കാണിക്കാത്തവൻ നല്ലൊരു പൗരനല്ല. അവൻ മതവിരുദ്ധനായി മാറും, അതുപോലെ തന്നെ രാജ്യവിരുദ്ധനായിട്ട് മാറും. അവിടെ രാജ്യത്തിന്റെ ചിഹ്നങ്ങളെ ആദരിക്കണം. ദേശീയ ഗാനം ആലപിക്കുന്നത് അതിനാദരിക്കണം. ദേശീയ പതാകയോട് നമുക്ക് ആദരവുണ്ടാക്കണം. എന്നാൽ ഇതിൽ മാത്രമല്ല ഒരു രാജ്യസ്നേഹം ഉണ്ടാക്കേണ്ടത്. വിശക്കുന്നവന്റെ വേദന കാണണം, അത് രാജ്യസ്നേഹമാണ്. ദുർബലന്റെ അവകാശം സംരക്ഷിക്കപ്പെടണം, അത് രാജ്യസ്നേഹമാണ്. അനീതിക്ക് ഇരയായവന്റെ കൂടെ നിൽക്കണം, അത് രാജ്യസ്നേഹമാണ്. ന്യൂനപക്ഷത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം, അത് രാജ്യസ്നേഹമാണ്. ദരിദ്രന്റെ അവകാശം സംരക്ഷിക്കപ്പെടണം, അത് രാജ്യസ്നേഹമാണ്. അഴിമതിക്കെതിരെയും തോന്നിവാസങ്ങൾക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും ശബ്ദിക്കണം, അത് രാജ്യസ്നേഹമാണ്. വിദേശം പ്രചരിപ്പിക്കുന്നവർ ഒറ്റപ്പെടുത്തണം, അത് രാജ്യസ്നേഹമാണ്. അങ്ങനെയുള്ള സുന്ദരമായ ഒരു ആശയമാണ് പൂർവീക ആളുകൾ സമ്മാനിച്ചത്. അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. കയ്യിൽ പതാകയും ഹൃദയത്തിൽ വിദേശവുമായി ജീവിക്കുന്നതല്ല ദേശസ്നേഹം. എന്റെ രാജ്യം നന്നാകണം, എന്റെ അയൽക്കാരൻ സുരക്ഷിതരാകണം. അവിടെ മതം, ജാതി, വർഗം, നിറം ഒന്നും നോക്കാൻ പാടില്ല. എന്നോട് വ്യത്യസ്തനായ മനുഷ്യനും എന്നോട് എതിര് നിൽക്കുന്ന മനുഷ്യനും പാർട്ടി തലത്തിൽ എന്നോട് ഫൈറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ സംഘടനമുള്ള ശത്രുതയുള്ള മനുഷ്യനും അവന് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ ദേശസ്നേഹം. അതാണ് ഏറ്റവും വലിയ നീതി, അതാണ് ഏറ്റവും വലിയ നിയമം. നമ്മുടെ നാട് ഒരു വലിയ വീട് പോലെയാണ്. ഈ വീട്ടിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ബുദ്ധനും ജൈനനുമുണ്ട്. വിവിധ ഭാഷക്കാരും സംസ്കാരക്കാരുമുണ്ട്. വിവിധങ്ങളായ വിശ്വാസക്കാരുമുണ്ട്. ആചാരക്കാരുണ്ട്, അനുഷ്ഠാനക്കാരുണ്ട്. എല്ലാവർക്കും ഈ വീടിൽ അവകാശമുണ്ട്. ഒരു വിഭാഗത്തെ പുറത്താക്കി മറ്റൊരു വിഭാഗത്തിന് മാത്രം രാജ്യം സ്വന്തമാക്കാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ ആ സ്വപ്നത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് രാജ്യസ്നേഹികളായ ആളുകൾ നടത്തേണ്ടത്. പ്രത്യേകിച്ച് ഓരോ സ്വാതന്ത്ര്യ ദിനം വരുമ്പോഴും ഈ കാര്യങ്ങളെ കുറിച്ചാണ് നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം.
ഭരണഘടനയെ ബഹുമാനിക്കണം, നീതിക്ക് വേണ്ടി നിലകൊള്ളണം, അനീതിയെ നാം എതിർക്കണം, വിദ്വേഷത്തെ നാം നിരസിക്കണം, വ്യാജ വാർത്തകൾ ഒരിക്കലും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളെയും മതങ്ങളെയും വിശ്വാസങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം, ദുർബലരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. ഇങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ആലോചനയും നമ്മുടെ ചിന്തയും. അങ്ങനെ സമ്പന്നമായ സന്തോഷമായ ഒരു രാജ്യം, പൂർവികരായ ആളുകൾ സ്വപ്നം കണ്ട ഒരു രാജ്യത്തിന് വേണ്ടി അന്നവർ ശരീരം കൊടുത്തുവെങ്കിൽ, അന്നവർ രക്തം കൊടുത്തുവെങ്കിൽ, അന്നവർ സമ്പത്ത് കൊടുത്തുവെങ്കിൽ, അന്നവർ പൂർവിക സമര നേതാക്കന്മാർ ജീവൻ തന്നെ കൊടുത്തുവെങ്കിൽ, ഈ നിലപാട് കൊടുത്തെങ്കിലും ഈ രാജ്യത്തിന്റെ സുരക്ഷയുടെ കൂടെ ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്തിന് വേണ്ടി, ഈ നാട് നന്നായി കാണാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിന് സമാധാനവും സുരക്ഷയും നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നീതിയും സമത്വവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അനീതിയിൽ നിന്ന് നമ്മയും നമ്മുടെ സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിദ്വേഷവും അക്രമവും നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി മാറ്റുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.